ഹലോ, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെയധികം ഗൗരവവും സത്യവുമായ കാര്യങ്ങളാണ്. എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഞാൻ എൻ്റെ വെയിറ്റ് കൃത്യമായിട്ടും ഒരേ അളവിൽ നിലനിർത്തുവാൻ എനിക്ക് കഴിഞ്ഞു. അതിന് ദൈവം സഹായിച്ചു. അതിന് എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത പ്രവർത്തികൾ, അതിൻ്റെ അടിസ്ഥാനത്തിലും അതിനു മുമ്പേയും അതിന് ശേഷവും ഞാൻ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുതകളാണ് നിങ്ങളോട് പറയുന്നത്. മനുഷ്യൻ്റെ ആരോഗ്യം പോയാൽ അവൻ്റെ പണി പാളും. അവൻ എന്തെല്ലാം പരിപാടികളുണ്ട്, എത്രയേറെ പണമുണ്ടെങ്കിൽ ആ പണം നിഷ്പ്രയോജനമായി തീരും. അവൻ എന്തെല്ലാം വലിയ പദവികളുണ്ടെങ്കിൽ അവൻ്റെ ജീവിക്കാൻ ആയുസില്ലെങ്കിൽ അവൻ്റെ പണവും അവൻ്റെ സ്ഥാനമാനങ്ങളും അവൻ്റെ പദവികളും അവൻ്റെ സമ്പത്തുക്കളും എല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിരിക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സുമാണ്. ആപ്പിൾ എന്ന സ്ഥാപനത്തിൻ്റെ വലിയ ലോക പ്രസിദ്ധമായ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ്, അദ്ദേഹത്തിന് ഏതാണ്ട് 55 വയസ്സോ 60 വയസ്സിൽ താഴെ അദ്ദേഹം രോഗം മൂലം ഇവിടുന്ന് പോകേണ്ടി വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വളരെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയ സ്ഥാപനമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് വിട്ടു പോകേണ്ടി വന്നു. നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യം അതിപ്രധാനമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മളെ സാധാരണഗതിയിൽ ഒരു 80% ആളുകളിലും അമിതമായ കൊഴുപ്പ്, അമിതമായ ഭാരം ഉള്ളവരാണ്. ഈ അമിതമായ ഭാരം അവരുടെ ആരോഗ്യത്തെ, ആയുസ്സിനെ വളരെ ഗൗരവമായി ബാധിക്കുന്നതാണ്. മാരകമായ ഹാർട്ട് അറ്റാക്കിന് അത് കാരണമാകാം. മാരകമായ പല രോഗങ്ങൾക്കും ഈ അമിതഭാരം കാരണമാകാം. അവരുടെ സൗന്ദര്യത്തിന് അത് വളരെ ഹാനി വരുത്തുന്നതാണ്. അവർക്ക് അനങ്ങാനും തിരിയാനും മറിയാനും ഒക്കെ അവരുടെ ജീവിതത്തെ അത് തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത്രയേറെ ഗൗരവമായൊരു കാര്യത്തെ, നമ്മുടെ അമിത ഭാരത്തെ, ഓരോ പൗണ്ടും അമിത ഫാറ്റ് നാം നീക്കം ചെയ്യുന്നതിനായിട്ട് എല്ലാ യത്നവും ചെയ്യേണ്ടതാണ്. വി ഹാവ് ഫസ്റ്റ് ടു ഡിറ്റർമിൻ ടു റിമൂവ് എവറി ഇഞ്ച് ഓഫ് every pound of the extra fat, extra weight we are carrying as a burden in our body. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അമിതമായി ഭാരമായി വഹിക്കുന്ന അധികമായ കൊഴുപ്പിനെ, അധികമായ ഓരോ പൗണ്ട് കൊഴുപ്പും ഓരോ പൗണ്ട് അമിത ഭാരത്തെയും നീക്കം ചെയ്യാനായിട്ട് ഒരു ദൃഢപ്രതിജ്ഞ, എന്ത് വില കൊടുത്ത് ഞാനത് ചെയ്യുമെന്നൊരു ദൃഢപ്രതിജ്ഞ നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സൗന്ദര്യത്തെ പ്രതി, നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതി, നിങ്ങളുടെ കുടുംബത്തെ പ്രതി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഒരു ചുമതലയാണത്, ഒരു കടപ്പാടാണത്, നിങ്ങളുടെ കർത്തവ്യമാണത്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്റ്റ് യുവർ ഹെൽത്ത്, ടു മെയിൻറ്റെയിൻ യുവർ ഹെൽത്ത്, ടു ഗെറ്റ് റിഡ് ഓഫ് എവറി പൗണ്ട് ഓഫ് ദ എക്സ്ട്രാ ഫാറ്റ് യു ആർ ക്യാരിയിങ്. ഇറ്റ്സ് യുവർ സീരിയസ് റെസ്പോൺസിബിലിറ്റി. ഗൗരവമായി നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണത്. അപ്പോൾ ആ തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങൾ അതിനായിട്ട് സ്ഥിരോത്സാഹത്തോടെ ഒരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ കുട്ടികളെ കാണുന്നു, കുഞ്ഞു കുട്ടികളെ കാണുന്നു, അവരിലുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും ചാടുവാൻ, ഓടുവാൻ, ഡാൻസ് ചെയ്യുവാൻ, മറിയുവാൻ, കുതിക്കുവാൻ, കളിക്കുവാൻ,
അവരെപ്പോഴും വളരെ സ്വാഭാവികമായി വ്യഗ്രതയുള്ളവരാണ്. എന്നാൽ അതുകൊണ്ടല്ല, അവരെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് അവരെന്തുമല്ല എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാലും അവരുടെ ശരീരം വണ്ണം വെക്കുകയില്ല. എന്നാൽ അനങ്ങാതിരിക്കുന്ന ചില പിള്ളേരെ കണ്ടിട്ടുണ്ടോ? പമ്മി ഇരിക്കുക, അനങ്ങാതിരിക്കുക. അവർ പൊതുവെ വണ്ണം വെച്ചിരിക്കുന്നത് കാണാം. അത് എക്സെപ്ഷൻസ് ആണ്. കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ അനക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ എക്സെപ്ഷൻസാണ്. അത് അവരുടെ ശരീരത്തിൽ കാണുകയും ചെയ്യാം. അപ്പോൾ വലുതാകും തോറും, പ്രായമാകും തോറും മനുഷ്യൻ്റെ പൊതുവായ പ്രകടനം, അപ്പോൾ കുട്ടികൾക്ക് ഇത് ആക്റ്റീവായിരിക്കുവാൻ, അനങ്ങുവാൻ, ചാടുവാനും ഒക്കെ വളരെ ജന്മന അവർക്ക് ആ ഒരു സ്വതസിദ്ധമായിട്ട് അവർക്കത് ഇഷ്ടമാണെങ്കിൽ, വളർന്നു വരുംതോറും നമുക്കതിന് നേരെ വിപരീതമാണ്. അനങ്ങാതിരിക്കുവാൻ, ഇരിക്കുവാൻ, കിടക്കുവാൻ, മരുങ്ങി ഒട്ടും അനങ്ങാതിരിക്കാനുള്ളൊരു പ്രവണതയാണുള്ളത്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രവണതയ്ക്കെതിരെ നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. പരമാവധി ഓടുവാൻ, ചാടുവാൻ, മറിയുവാൻ, എക്സസൈസ് ചെയ്യുവാൻ, മൂവ് ചെയ്യുവാൻ, ശരീരം അനക്കുവാനായിട്ട് നമ്മൾ പരമാവധി നമ്മളുടെ ആ ലാഭം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അധികമായിട്ടുള്ള ഫാറ്റിനെ നമുക്ക് ബേൺ ചെയ്ത് കളയാൻ സാധിക്കും. ഒന്നാമതായി മനസ്സിലാക്കുക, നമ്മുടെ അമിതഭാരം നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളായിട്ട് അമിതമായി ഭക്ഷിച്ച്, അല്ലെങ്കിൽ ശരിയല്ലാത്ത ആഹാര രീതി ഭക്ഷണങ്ങൾ കഴിച്ച്, അമിതമായി കഴിച്ച് നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ദഹിപ്പിച്ച് കളയുക, ഇവനെ കത്തിച്ച് കളയുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജം, അതൊരു ശരാശരി മനുഷ്യൻ്റെ ശരാശരി പൊക്കവുമൊക്കെ ഉള്ള ആൾക്ക് ഒരു 2000 കാലറി ഊർജം മനുഷ്യൻ്റെ സാധാരണഗതിയിൽ അവൻ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? അവൻ ഉറങ്ങുവാനും അവന് ശ്വസിക്കുവാനും അവൻ ഒന്നും എക്സ്ട്രാ ചെയ്തില്ലെങ്കിൽ തന്നെയും അവൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം നടത്തുവാൻ ഏകദേശം 1500 മുതൽ 2000 കാലറി വരെ ഒരു മനുഷ്യന് ആവശ്യമുണ്ട്, അവൻ ഒന്നും ചെയ്യാതിരുന്നാൽ തന്നെയും. അപ്പോൾ പിന്നീട് അവന് 1500 കാലറി അല്ലെ 2000 കാലറി അവൻ്റെ ശരീരത്തിന്, വലിയൊരാളാണെങ്കിൽ, പൊക്കമുള്ള ആളാണെങ്കിൽ അയാൾക്ക് 2000 കാലറി വരെ അത് ആവശ്യമായി വന്നേക്കാം. പിന്നെ അയാൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ചാണ് അദ്ദേഹം എത്രയും കൂടുതൽ ഫാറ്റിനെ ബേൺ ചെയ്യുന്നു എന്നുള്ളതിരിക്കുന്നത്. അപ്പോൾ വളരെ സാധാരണഗതിയിൽ അദ്ദേഹത്തിന് 2000 കാലറി ബേൺ ചെയ്യും. അദ്ദേഹം വളരെ ആക്റ്റീവ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 3000 കാലറി വരെ ബേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 3000, അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത ഒരാളിന് ചിലപ്പോൾ 1500 കാലറിയെ ബേൺ ചെയ്യുള്ളായിരിക്കും. അപ്പോൾ ആക്റ്റീവായ ഒരാൾ, വളരെ ആക്റ്റീവായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 3000 കാലറി അയാൾ ബേൺ ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3000 കാലറി അയാൾ ബേൺ ചെയ്യുന്ന അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അയാൾ കഴിക്കുന്ന ആഹാരം 3000 ആണെങ്കിൽ, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന കാലറി 3000 ആണെങ്കിൽ അദ്ദേഹത്തിന് വരവും ചെലവും തുല്യമാണ്. അതുകൊണ്ട് വെയിറ്റ് കൂടുകയുമില്ല, കുറയുകയുമില്ല. കാരണം 3000 അദ്ദേഹം കഴിക്കുന്നു, 3000 ദഹിപ്പിച്ച് കളയുന്നു. അപ്പോൾ വെയിറ്റിന് മാറ്റം വരുന്നില്ല. എന്ത് വെയിറ്റിലാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ തുടരും. ഇനി മറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അമിത വണ്ണമുണ്ട്, അത് കുറയ്ക്കണം. ഇദ്ദേഹം നേരത്തെ ഒത്തിരി കഴിച്ച്, അല്ലെ അമിതമായി കഴിച്ച്, ശരിയല്ലാത്ത ആഹാരങ്ങൾ കഴിച്ച് ശരീരത്തിൽ അമിതമായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് കളഞ്ഞേ മതിയാവും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ആക്ടിവിറ്റി കാര്യമായിട്ടില്ല. അത് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ശരീരത്തിൽ അമിതവണ്ണമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കളയാൻ വേണ്ടി അദ്ദേഹത്തിന് 2000 കാലറിയെ അദ്ദേഹത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുള്ളൂ. അഥവാ ദിവസം 2000 കാലറി മതി. ഇദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം പറയുന്നത് അധികം ഞാനിപ്പോൾ കഴിക്കുന്നില്ല, കഴിക്കുന്നത് 2000 കാലറിക്കേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ണം, അധികമായി ഇരിക്കുന്ന വണ്ണം കുറയുന്നുമില്ല, കൂടുന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും.
മറിച്ച് ഇദ്ദേഹം 2000 കാലറി, അനക്കമില്ലാത്ത ആളാണ്, 2000 കാലറിയെ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. അദ്ദേഹം ഒരു നല്ലപോലെ കിട്ടുന്നതെല്ലാം കഴിക്കും. ഒരു 3000 കാലറി 4000 കാലറി ഇദ്ദേഹം കഴിക്കുന്നയാളാണ്. ഒരു പായസം കിട്ടിയാൽ അത് കുടിക്കും. ഇടനേരത്ത് ചായയും കടിയും കിട്ടിയാൽ അത് കഴിക്കും. അപ്പോൾ ഇദ്ദേഹം ഒരു 3000 മുതൽ 4000 കാലറി വരെ ഇദ്ദേഹം ആഹരിക്കുകയാണ്. 2000 ദഹിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോഴോ 3000 ആണെങ്കിൽ അധികം 1000 കാലറി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്റ്റോക്ക് ചെയ്യും. 4000 കഴിക്കുന്നതെങ്കിൽ അധികം 2000 കാലറി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ ഇദ്ദേഹം അധികമായിട്ട് 7000 കാലറി ഇദ്ദേഹം ശരീരത്തിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ 7 ദിവസം കൊണ്ട് അധികമായിട്ട് 7000 കാലറി സ്റ്റോക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ 7000 കാലറി അധികം സ്റ്റോക്ക് ചെയ്യുന്നു. അങ്ങനെ അധികമായി സ്റ്റോക്ക് ചെയ്യുമ്പോൾ 1 കിലോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടും. അപ്പോൾ ഈ സ്വഭാവം തുടരുന്തോറും ഓരോ 7 ദിവസത്തിലും ഓരോ കിലോ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് തന്നെ നമുക്ക് തിരിച്ചും കൊണ്ടുവരാം. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടത് 2000 കാലറിയാണ്. പക്ഷേ ഇദ്ദേഹം ആക്ടിവിറ്റി കൂട്ടിയിട്ട് ശരിയായിട്ട് ശരീരം ഓടാനും നടക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് 3000 കാലറി ദഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആക്ടിവിറ്റി കൂട്ടി 3000 കാലറി ആക്കി. എന്നാൽ ഇദ്ദേഹം നേരത്തെ കഴിച്ചിരുന്ന ആഹാരശീലം മാറ്റിയിട്ട് നല്ല വെജിറ്റബിൾസ് കഴിച്ചു. വെജിറ്റബിൾസൊക്കെ ധാരാളം കഴിച്ചാലും കാലറി കൂടിയില്ല. ശരിയായിട്ടുള്ള ഗുണമുള്ളത് എന്നാൽ കാലറി അധികമില്ലാത്തതുമായ ആഹാരങ്ങൾ, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ബേൺ ചെയ്ത് കൂടുതൽ കളഞ്ഞു. 3000 കാലറി ദിവസേന ബേൺ ചെയ്യാൻ വേണം. എന്നാൽ നല്ല ആഹാരശീലം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം 2000 കാലറിയുടെ കഴിക്കുന്നുള്ളൂ. വിശന്നിരുന്നിട്ടല്ല, പക്ഷെ നല്ല കാലറി കുറവുള്ള എന്നാൽ പോഷകാംശമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഉദാഹരണം, ഒരു പച്ചക്കറി അരിഞ്ഞു കൂട്ടിയത് സാലഡ് ഒരു പാത്രം മുഴുവൻ കഴിച്ചാൽ ഇയാൾക്ക് ഒട്ടും തന്നെ ഇയാളുടെ കാലറി കൂടുകയില്ല. മറിച്ച് ഇയാളുടെ ഉള്ള കാലറിയും കൊണ്ട് ദഹിപ്പിക്കുകയുള്ളൂ. കാരണം ഇത് ദഹിപ്പിക്കാനായിട്ട് കൂടുതൽ ശരീരത്തിൽ നിന്ന് എക്സസ് കാലറി ഉപയോഗിക്കേണ്ടി വരും. അല്ലെ, ഒരു മുട്ട, ദിവസം ഒരു മുട്ട കഴിച്ചാൽ നല്ല പോഷകമുള്ള ആരോഗ്യമുള്ള സാധനമാണ്. അത് കഴിച്ചാൽ 70 കാലറിയേ അതിൽ നിന്ന് വരുന്നുള്ളൂ. പക്ഷേ അത് ശരീരത്തിൽ നിന്ന് നല്ല വിശപ്പിനാണേലും മറ്റ് ആരോഗ്യത്തിനാണേലും ക്ഷീണമകറ്റാനാണേലും അത് പ്രോട്ടീൻ റിച്ച് ആൻഡ് ന്യൂട്രിയൻ റിച്ച് ഒരു ഫുഡാണ് മുട്ട. അപ്പോൾ അതിൻ്റേതായ ഒരു ശരീരത്തിന് നല്ല ഉന്മേഷവും കിട്ടും, എന്ന ക്ഷീണം ഉണ്ടാകുകയുമില്ല, അധികം കാലറി വരികയുമില്ല. അപ്പം ഇങ്ങനെ ശരിയായ ആഹാര രീതി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇദ്ദേഹം 3000 ആക്ടിവിറ്റി കൂട്ടി. അപ്പം നടക്കാൻ പോകുന്നു, രാവിലെ 1 മണിക്കൂറോ നടക്കുകയോ ഓടുകയും ചെയ്യുന്നു, വൈകുന്നേരം നടക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ആക്ടിവിറ്റി കൂട്ടിയപ്പോൾ 3000 കാലറി ബേൺ ചെയ്യുന്നു. എന്നാൽ ഇദ്ദേഹം കഴിക്കുന്നത് 2000 കാലറിക്കേ ഉള്ളൂ. അപ്പോൾ 1000 കാലറി എനർജി ഇദ്ദേഹത്തിന് ഷോർട്ടേജ് വരുന്നു. 3000 ആവശ്യമുണ്ട്, 2000 കിട്ടുന്നുള്ളൂ. അപ്പോൾ 1000ൻ്റെ കുറവുണ്ട്. ആ കുറവ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അമിതമായി സൂക്ഷിച്ച് വച്ചിരിക്കുന്ന കൊഴുപ്പിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ദിവസം 1000 കാലറി കൊഴുപ്പിൽ നിന്ന് എടുക്കുന്നു. 7 ദിവസം അങ്ങനെ എടുക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് 1 കിലോ കുറയും. ഇതാണ് അതിൻ്റെ ഗുട്ടൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നിങ്ങളുടെ ആക്ടിവിറ്റി കൂട്ടുക, കൂടുതൽ എനർജി ബേൺ ചെയ്യുക, നിങ്ങൾ നല്ല ആഹാരക്രമം പാലിക്കുക, നിങ്ങൾ ഒത്തിരി ഒരു പാത്രം ചോറുണ്ടെന്ന് നിർത്തിയിട്ട് ഒരു 1/4 പാത്രം ചോറും ബാക്കി പച്ചക്കറികൾ കഴിക്കുക. ഇങ്ങനെ നല്ല ആഹാര രീതി വരുമ്പോൾ നിങ്ങൾക്ക് കാലറി ഇൻടേക്ക്, കാലറി കഴിക്കുന്നത് കുറയ്ക്കാനും കാലറി ദഹിപ്പിക്കുന്നത് കൂട്ടാനും സാധിക്കും. അതുവഴി നിങ്ങളുടെ ശരീരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അമിത കൊഴുപ്പുകളെ അലിയിച്ച് കളയാൻ സാധിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരം നേടുവാൻ സാധിക്കും.
മനോഹരമായ രൂപം നേടുവാൻ സാധിക്കും, പ്രായം കുറവ് തോന്നിക്കാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹമല്ലേ? നിങ്ങളുടെ കുടുംബത്തിന് അത് ഗുണം ചെയ്യും, നിങ്ങളുടെ മക്കൾക്കത് ഗുണം ചെയ്യും, ഭർത്താവിനും ഭാര്യയ്ക്കും ഗുണം ചെയ്യും, സമൂഹത്തിന് ഗുണം ചെയ്യും. നിങ്ങളുടെ ഒരു കടമയാണത്, നിങ്ങളുടെ കടപ്പാടാണത്. അതുകൊണ്ട് നിങ്ങളുടെ അലസത വെടിയുക, നിങ്ങളുടെ ഭാഗം ചെയ്യുക. ശരീരത്തെ മെരിക്കുവാനായിട്ട്, ശരീരത്തിൽ അവശേഷിപ്പിക്കുന്ന ഓരോ ഇഞ്ച് അമിത കൊഴുപ്പും അമിത വണ്ണവും നീക്കുവാനായിട്ട്, ഓരോ പൗണ്ട് എക്സ്ട്രാ ഫാറ്റ് നീക്കം ചെയ്യുവാനായിട്ട് തീരുമാനമെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരം ഒതുങ്ങി നല്ല ടോൺ ചെയ്യപ്പെട്ട മനോഹരമായ അരോഗ ദൃഢഗാത്രം നിങ്ങൾക്കുണ്ടാകുവാനും, നിങ്ങളുടെ പ്രായം കുറവ് തോന്നിക്കുവാനും, സൗന്ദര്യം വർദ്ധിക്കുവാനും, ആരോഗ്യം വർദ്ധിക്കുവാനും നിങ്ങൾക്കിടയാവും. അതിന് നിങ്ങൾക്കിടയാകട്ടെ. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.